ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ബിഗ് ഡാറ്റ അനാലിസിസിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പാർട്ട്. അതുകൂടാതെ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്താണെന്ന് കൂടി ആണ് ഈ പാർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആദ്യത്തെ ബിഗ് ഡാറ്റ അനാലിസിസ് എന്താണെന്നുള്ള പാർട്ട് 1 കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ എന്താണ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് ഹൗ ബിഗ് ഡാറ്റ അനാലിസിസ് വർക്ക്, എങ്ങനെയാണ് ഒരു ബിഗ് ഡാറ്റ അനാലിസിസ് പ്രവർത്തിക്കുന്നത് അല്ലേ? ഒരുപാട് ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിഗ് ഡാറ്റ അനാലിസിസ്. അതായത് നമ്മളെക്കൊണ്ട് താങ്ങാവുന്നതിലധികവും ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനെയാണ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിഗ് ഡാറ്റ അനാലിസിസ് ഓർഗനൈസേഷനിലെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ബിഗ് ഡാറ്റ എന്നെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാണാത്തവർ ഫസ്റ്റ് വീഡിയോ പോയിട്ട് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ബിഗ് ഡാറ്റ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഹൗ ബിഗ് ഡാറ്റ വർക്ക്സ്, ബിഗ് ഡാറ്റ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ഇവിടെ ഇൻ്റഗ്രേറ്റ് അല്ലേ, ഇൻ്റഗ്രേറ്റ്, പിന്നെ മാനേജ്, അനലൈസ്, ഇങ്ങനെ 3 സ്റ്റേജാണ് ബിഗ് ഡാറ്റ വർക്ക് ചെയ്യുന്നതിൽ. ആദ്യം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, പിന്നെ അത് മാനേജ് ചെയ്യുന്നു, പിന്നെ അത് അനലൈസ് ചെയ്യുന്നു. 3 സ്റ്റേജാണ് ഉള്ളത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ബിഗ് ഡാറ്റ ക്യാൻ കാറ്റഗറൈസ് ആസ് അൺസ്ട്രക്ചേർഡ് ഓർ സ്ട്രക്ചേർഡ്. അത് സ്ട്രക്ചേർഡ് ആവാം, അൺസ്ട്രക്ചേർഡ് ആവാം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 സ്ട്രക്ചർ ഉണ്ട്: സ്ട്രക്ചേർഡ് ഡാറ്റ, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അല്ലേ, സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ആ ഡാറ്റയ്ക്ക്, അത് പർട്ടിക്കുലർ ഫോർമാറ്റിൽ ഫിക്സഡ് ആയിരിക്കും. സോ സ്ട്രക്ചേർഡ് ഡാറ്റ കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ഓൾറെഡി മാനേജ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ ഇൻ ഡാറ്റാബേസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്സ്. ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആയിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അതാണ് ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഈസ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് ആൻഡ് ഡസ് നോട്ട് ഫാൾ ഇൻ ടു പ്രീ ഡിറ്റർമിൻഡ് മോഡൽ ഓർ ഫോർമാറ്റ്. അതാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അതിനൊരു പ്രത്യേക മോഡലൊന്നും ഉണ്ടാവില്ല, ഓൾറെഡി പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല ആ ഡാറ്റ എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചതോ രൂപത്തിലുള്ളതോ ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയോ ആയിരിക്കും. ബിഗ് ഡാറ്റ ക്യാൻ കളക്റ്റഡ് ഫ്രം പബ്ലിക്ലി ഷെയർഡ് comments on social networks and websites, voluntarily gathered from personal electronics and applications through questionnaires, പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് ഇലക്ട്രോണിക് ചെക്ക്-ഇൻസ്. അപ്പോൾ ബിഗ് ഡാറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം? പബ്ലിക് ഷെയർഡ് കമൻസിലൂടെ, സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റുകളിലൂടെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അഭിപ്രായങ്ങളെല്ലാം അതുപോലെ ഫീഡ്ബാക്കുകളെല്ലാം ചോദിച്ചിട്ട് കളക്ട് ചെയ്യാം. അതുപോലെ വെബ്സൈറ്റിലൂടെ, അതുപോലെ വളണ്ടർലി ഗാതേർഡ് ഫ്രം പേഴ്സണൽ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. റേറ്റിംഗ് എല്ലാം ചോദിക്കാറില്ല, അതുപോലെ നിങ്ങളുടെ റിവ്യൂ എല്ലാം ചോദിക്കാറില്ല. അതെല്ലാം നമുക്ക് എന്തായിട്ടെടുക്കാം? ഡാറ്റയായിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് ഡാറ്റ നമുക്ക് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ ക്വസ്റ്റിനെയർ വഴി, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് വഴി, അതുപോലെ ഇലക്ട്രോണിക് ചെക്ക്-ഇൻസ് വഴി, ഇലക്ട്രോണിക്സ് മീഡിയത്തിലൂടെ നമ്മൾ നമ്മളൊരു ഫീഡ്ബാക്കോ അതുപോലെ എന്തെങ്കിലും കൊടുക്കുന്നത്, അതെല്ലാം ബിഗ് ഡാറ്റയിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കും. അതെല്ലാം ഈ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാം. The presence of sensors and other inputs in smart devices allow the users to gathered access a broad spectrum of situations and circumstances. The presence of sensors and other input in smart devices allow the data to be gathered across the broad spectrum. അതായത് സെൻസേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റാസ് എല്ലാം മൊബൈലിൽ കളക്ട് ചെയ്യാനെല്ലാം കഴിയും. അതെല്ലാം വൈഡായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. പല ഡിവൈസസ് ഉപയോഗിച്ചിട്ട്, പല ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട്, പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ബിഗ് ഡാറ്റ gather all relevant and pertinent information about individual from multiple sources collected and compare the information from all these sources. Using past data, predict his next moves and adding by using large data sets that are comprehensive and complex, can perceive and sense what to do next. അപ്പോൾ ബിഗ് ഡാറ്റ എന്താണ്? gather all the relevant and pertinent information
എബൌട്ട് ഇൻഡിവിജ്വൽ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സ്, പല സോഴ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അത് സ്ട്രക്ചേർഡ് ആയിരിക്കാം, അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം, അത് വരുന്ന സോഴ്സസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കാം, അതുപോലെ ഇലക്ട്രോണിക്, നമുക്ക് പല ക്വസ്റ്റ്യനെയർ വഴിയാണെങ്കിലും ഇലക്ട്രോണിക് മീഡിയാസ് വഴിയും എല്ലാം എല്ലാ സോഴ്സിൽ നിന്നും ഡാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു വലിയൊരു ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് ബിഗ് ഡാറ്റ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പല സോഴ്സിനും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ? നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സ് എല്ലാം നിങ്ങൾ കേട്ട് കാണും. അതെല്ലാം എന്താണ്, ഡിഗ്രിയും BEdും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു കോഴ്സിനെയാണ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് എന്നൊക്കെ പറയുന്നത് ഒന്ന് കൂടുതലുള്ള കോഴ്സുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഡാറ്റയെ ഉദ്ദേശിക്കുന്നത് ഒന്ന് കൂടുതൽ പല സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ ഒരു കുടക്കയിൽ അല്ലെങ്കിൽ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് കൊണ്ടുവരിക. അതിനാണ് ഇൻ്റഗ്രേറ്റ് എന്ന് പറയുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ബിഗ് ഡാറ്റ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇൻ്റഗ്രേറ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് മാനേജ് requires storage solution can be in cloud, on premise or both. അപ്പം രണ്ടാമതാണ് എങ്ങനെ ഒരു ഡാറ്റ ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത സാധനം നമുക്ക് എന്ത് ചെയ്യണം, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം, അല്ലേ? അതാണ് ബിഗ് ഡാറ്റ റിക്വയർ സ്റ്റോറേജ് ആവശ്യമാണ് ബിഗ് ഡാറ്റയ്ക്ക്. സ്റ്റോറേജ് സൊല്യൂഷൻ ക്യാൻ ബി ക്ലൗഡ് ഓർ പ്രിമൈസ് ഓർ ബോത്ത്. ക്ലൗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് എല്ലാം കണ്ടിട്ടില്ലേ? അതെല്ലാം ക്ലൗഡാണ്. അതുപോലെ ആപ്പിളിൻ്റെ ഡ്രൈവ് ഉണ്ട്, അല്ലേ? iCloud എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം എന്താണ്, ക്ലൗഡ് സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരു വിർച്വൽ സ്റ്റോറേജ് ആണ്. എക്സാമ്പിളാണ് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എല്ലാം. അത് നമുക്ക് അവിടെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലേ? പക്ഷെ നമുക്ക് അതാണ് ഒരു പ്രത്യേക ഫിസിക്കൽ സ്റ്റോറേജ് ഇല്ല. അത് ഇവിടെ ഒരു വിർച്വലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഡാറ്റാബേസിലെല്ലാം സ്റ്റോർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, നമുക്കൊരു ഫിസിക്കലായിട്ടൊരു ഡാറ്റാബേസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരിക്കും. സോ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് സൊല്യൂഷൻ ക്യാൻ ബി ഇൻ ക്ലൗഡ്, പ്രിമൈസ് ഓർ ബോത്ത്. അപ്പോൾ ഒന്ന് പ്രിമൈസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡാറ്റാബേസ് സ്ഥാപിച്ചിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെല്ലാം നമുക്കറിയാം ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുള്ള വെയർഹൗസ് തന്നെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആ വെയർഹൗസിലായിരിക്കും നമ്മൾ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലൗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേക വെയർഹൗസ് ഒന്നും ഉണ്ടാവില്ല. അതൊരു വിർച്വൽ ലോകമാണ് ക്ലൗഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുകിൽ ഇത് ക്ലൗഡായിരിക്കാം, പ്രിമൈസ് അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതായിരിക്കാം. So company can store in any format they want, like any form they want, and bring desired processing requirement and necessary process engine to those datasets on an demand basis. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജ് അത് മാനേജ് ചെയ്യുന്നു. ആ ഡാറ്റയെല്ലാം ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റയൊക്കെ അതൊന്ന് എടുക്കുക. ആവശ്യമുള്ള ഡാറ്റ എപ്പോഴാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ആ ഡാറ്റ ആ പർട്ടിക്കുലർ അത് ക്ലൗഡിലായാലും അതുപോലെ പ്രിമൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ചേർന്നതായാലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. അതാണ് രണ്ടാമത്തത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജാണ് മാനേജ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രേറ്റ്, മാനേജ്. ദെൻ മൂന്നാമത്തതാണ് അനലൈസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബിഗ് ഡാറ്റ മെറ്റീരിയലൈസ്, അനലൈസ് ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്. അപ്പം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാനേജ് ചെയ്തിട്ട് നമുക്ക് അത് നെക്സ്റ്റ് സ്റ്റേജ്, അവസാനത്തെ സ്റ്റേജാണ് ആ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്താലാണ് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. സോ ബിഗ് ഡാറ്റ ഈസ് മോസ്റ്റ് ഓഫൺ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ ഡാറ്റാബേസ് ആൻഡ് ഇറ്റ് ഈസ് അനലൈസ്ഡ് യൂസിങ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ഹാൻഡിൽ ലാർജ് കോംപ്ലക്സ് ഡാറ്റാ സെറ്റ്സ്. ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി ലാർജ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത് അതിന് പ്രാപ്തമാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും അത് അനലൈസ് ചെയ്യുന്നത്. ഇതാണ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ഹാൻഡിൽ ലാർജ് കോംപ്ലക്സ് ഡാറ്റാ സെറ്റ്സ്. മെനി സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കമ്പനീസ് സ്പെഷ്യലൈസ് ഇൻ മാനേജിങ് ദിസ് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ഡാറ്റ. കോംപ്ലക്സ് ഡാറ്റകളെല്ലാം സ്പെഷ്യലൈസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനികളായിരിക്കും ബിഗ് ഡാറ്റ എല്ലാം അനലൈസ് ചെയ്യുന്നത്. മോർ ക്ലിയർലി ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് എ വിഷ്വൽ അനാലിസിസ് ആൻഡ് ഡൈവേഴ്സ് ഡാറ്റാ സെറ്റ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡാറ്റ അനലൈസ് ചെയ്തതിന് നമുക്ക് നമ്മുടെ മുന്നിൽ വിഷ്വലായിട്ട് പ്രസൻറ്റ് ചെയ്യണം, അല്ലേ? അപ്പം അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം,
അതിന് പ്രാപ്തമാവുന്ന ബിഗ് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ കമ്പനികളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിവൈസസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് 3 സ്റ്റേജസ് പറയുന്നത്. എങ്ങനെയാണ് ഒരു ബിഗ് ഡാറ്റ വർക്ക് ചെയ്യുന്നത്? ഒന്നാമത്തേത് ഇൻ്റഗ്രേറ്റ് നമ്മൾ പറഞ്ഞു, ദെൻ അടുത്തത് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് മാനേജ് പറഞ്ഞു അല്ലേ, മാനേജ്. ഫസ്റ്റ് വൺ ഇൻ്റഗ്രേറ്റ്, മാനേജ്, ദെൻ അനലൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിഗ് ഡാറ്റ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സ് പറയുന്നത്. ഇൻ്റഗ്രേറ്റ്, മാനേജ്, അനലൈസ്. ഇതാണ് പ്രോസസ്സ് ഓഫ് ബിഗ് ഡാറ്റ അനാലിസിസ്. നമുക്ക് അടുത്തത് വരുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തേത് ഇംപ്രൂവ്ഡ് ബിസിനസ് പ്രോസസ്സ്. The biggest advantages of big data is help business to gain huge competitive advantages. അതായത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് വ്യത്യാസമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബിസിനസ്സിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അവർ ഇല്ലാത്തൊരു യൂണീക്ക് ഫീച്ചറായിട്ട് നമ്മളതിൽ അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ കിട്ടും. Apart from being able to understand target customers better to analyze, big data can result in improvement and optimization of certain business operations. അപ്പോൾ നമുക്ക് മൊത്തം കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ എല്ലാം നമ്മൾ റിവ്യൂ ചെയ്തിട്ട് അതിനനുസരിച്ച് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ബിസിനസ് പ്രോസസ്സ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനൊന്നും കഴിയാത്ത ഒരു ഫീച്ചർ ആയിരിക്കും അല്ലേ, അവർക്കൊന്നും കഴിയാത്ത ഒരു ഏരിയ ആയിരിക്കും ബിഗ് ഡാറ്റ അനാലിസിസ്. അത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് മാർക്കറ്റിൽ കിട്ടുന്നു. രണ്ടാമത് പറയുന്നത് ബിസിനസ് ക്യാൻ യൂട്ടിലൈസ് ഔട്ട്സൈഡ് ഇൻ്റലിജൻസ് വൈൽ ടേക്കിംഗ് ഡിസിഷൻ. അപ്പോൾ ബിസിനസ്സിന് എന്ത് ചെയ്യാം, ഔട്ട്സൈഡ് നമ്മുടെ ബിസിനസ്സിന് പുറത്തുള്ള, അത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആൾക്കാരുടെ കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് എന്ത് ചെയ്യാം, ഔട്ട്സൈഡ് പീപ്പിളിൻ്റെ ഡാറ്റ എല്ലാം വെച്ചിട്ട് നമുക്ക് ഡിസിഷൻസ്, അവരുടെ ആവശ്യം എന്താണെന്ന് കൂടി പരിഗണിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. മൂന്നാമത്തേതാണ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാം. വൺ ഓഫ് ദി മോസ്റ്റ് common goal among the big data analytics program is improving customer service. Today's business capture a huge amount of information from different sources like customer relationship management systems, social media, together with the point customer contact. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിഗ് ഡാറ്റ അനാലിസിലൂടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നെല്ലാം ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ബിസിനസ് സർവീസസ് എല്ലാം ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിൻ്റെ സർവീസ് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കും. പിന്നെ അതുപോലെ ഫ്രോഡ് ഡിറ്റക്ഷൻ. Disadvantages of using big data comes from implementation of machine learning technologies. മെഷീൻ ലേണിംഗ് ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, disadvantages of big data comes from implementation of മെഷീൻ ലേണിംഗ് ടെക്നോളജി. മെഷീൻ ലേണിംഗ് ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്രോഡ് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ. ഇറ്റ് ഹെൽപ്പ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡിറ്റക്ട് ഫ്രോഡ് ലൈക്ക് ഫ്രോഡുലന്റ് പർച്ചേസസ് വിത്ത് ക്രെഡിറ്റ് കാർഡ് ഓഫൺ ബിഫോർ ഈവൻ കാർഡ് ഹോൾഡർ ഗെറ്റ് നോ അബൌട്ട് ഇറ്റ്. ബാങ്കുകൾക്കെല്ലാം ഫ്രോഡ് ഡിറ്റക്ഷൻ എല്ലാം ചെയ്യുന്നത് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് യൂസർ മനസ്സിലാക്കുന്നതിന് മുന്നത്തെ ബാങ്ക് ഇത് മനസ്സിലാക്കാൻ കാരണമാവുന്നത് ഈ മെഷീൻ ലേണിംഗ് ടെക്നോളജീസിൻ്റെ എല്ലാം സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇതിലുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഫ്രോഡ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ബിഗ് ഡാറ്റയ്ക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അതിലൂടെ ബിഗ് ഡാറ്റ അനാലിസിസ് എല്ലാം നടത്തുമ്പം നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് risk to the product or services. Big data technologies can be used to create staging area or landing zone for new data for identifying what data should be moved to the data warehouse. In addition, such integration of big data technologies and warehouse help in organization to offload ഇൻഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡാറ്റ. അപ്പോൾ ഇവിടെ പറയുന്നത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസ്ക് ടു ദി പ്രൊഡക്റ്റ്. അല്ല, നമ്മൾ ഈ ബിഗ് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് റിവ്യൂവും അതുപോലെ ഫീഡ്ബാക്ക് എല്ലാം കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും റിസ്ക് നമ്മുടെ മുന്നിൽ വരാനുണ്ടോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മുടെ അല്ലെങ്കിൽ സർവീസസിലായാലും
എന്തൊക്കെ റിസ്ക് നമുക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ റിസ്ക് വരാൻ പോകുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് പറയാനുള്ളത്, ബിഗ് ഡാറ്റയുടെ ഉപയോഗിക്കുന്നതിലൂടെയുള്ള അഡ്വാൻറ്റേജസ് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് വാട്ട് ആർ ദി ഡ്രോബാക്സ് ഓർ ലിമിറ്റേഷൻ ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിഗ് ഡാറ്റ അനാലിസിസ്. ഡ്രോബാക്സ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിഗ് ഡാറ്റ. ഫസ്റ്റ് വൺ പറയുന്നത് ട്രഡീഷണൽ സ്റ്റോറേജ് ക്യാൻ കോസ്റ്റ് ലോട്ട് ഓഫ് മണി ടു ദി സ്റ്റോർ ബിഗ് ഡാറ്റ. സ്റ്റോർ ചെയ്യാൻ ഒരുപാട് കാശിൻ്റെ ചിലവുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ലോട്ട് ഓഫ് ബിഗ് ഡാറ്റ ഈസ് അൺസ്ട്രക്ചേർഡ് ബിഗ് ഡാറ്റ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് സ്ട്രക്ചർ രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത്തേത് ബിഗ് ഡാറ്റ അനാലിസിസ് വയലേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈവസി. ഒരാളുടെ പ്രൈവസി എല്ലാം ബിഗ് ഡാറ്റയ്ക്ക് അവിടെ ഒരു വില കൊടുക്കുന്നില്ല എന്നാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിരിക്കും, അതെല്ലാം അനലൈസ് ചെയ്ത് പബ്ലിക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാനിപ്പുലേഷൻ ഓഫ് കസ്റ്റമർ റെക്കോർഡ്സ്. കസ്റ്റമർ റെക്കോർഡെല്ലാം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നു. ദെൻ ഇറ്റ് മേ ഇൻക്രീസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിവ് എന്നുള്ള അർത്ഥമാണ്. അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്, കാറ്റഗറൈസ് ഇതെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ. ബിഗ് ഡാറ്റ അനാലിസിസ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ഷോർട്ട് റൺ. അതായത് ചെറിയ കാലഘട്ടത്തിലേക്കല്ല ഇത് ഉപയോഗിക്കപ്പെടുത്തുക, ലോങ് റൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ബെനിഫിറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ബിഗ് ഡാറ്റ അനാലിസിസ് റിസൾട്ട് ആർ മിസ്ലീഡിങ് സംടൈം. ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സർവേ അതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ല. വലിയ ഡാറ്റ നമ്മൾ ബിഗ് ഡാറ്റ ആയിട്ട് നമ്മൾ രാജ്യം മൊത്തം സർവേ എല്ലാം ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ അത് തെറ്റാറുണ്ട് അല്ലേ. അതുകൊണ്ട് കറക്റ്റാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്പീഡി അപ്ഡേറ്റ്സ് ഇൻ ബിഗ് ഡാറ്റ ക്യാൻ മിസ്മാച്ച് റിയൽ ഫിഗേഴ്സ്. ഇപ്പോൾ പെട്ടെന്ന് വരുന്ന അപ്ഡേറ്റുകളെല്ലാം ചിലപ്പം ഈ ബിഗ് ഡാറ്റയുടെ അനാലിസിസിനെ ബാധിക്കും. പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ, ടെക്നോളജിക്കൽ മാറ്റങ്ങളെല്ലാം ചിലപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ പഴയ ഡാറ്റ വെച്ച് ചെയ്യുമ്പം ചിലപ്പോൾ അത് തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി വാട്ട് ഈസ് എ ഡാറ്റ സയൻറ്റിസ്റ്റ്? നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എന്താണ് ബിഗ് ഡാറ്റ എന്നുള്ളതാണ്. ഇനി പറയുന്നത് എന്താണ് ഡാറ്റ സയൻറ്റിസ്റ്റ്, ആരാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഡാറ്റ സയൻറ്റിസ്റ്റ് ഈസ് നോർമലി അസോസിയേറ്റഡ് വിത്ത് ആൻ എംപ്ലോയി ഓർ ബിസിനസ് ഇൻ്റലിജൻറ്റ് കൺസൾട്ടൻറ്റ് ഹൂ excels at analyzing data, particularly large amount of data, to help a business to gain competitive edge. അതായത് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എൻ എംപ്ലോയി ഓർ ബിസിനസ് ഇൻ്റലിജൻറ്റ്. ഒരു ബിസിനസ് ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ഡാറ്റ മാനേജ് ചെയ്യുന്ന ഒരു എംപ്ലോയിയോ കൺസൾട്ടൻ്റോ ആളെയാണ് അത് അനലൈസ് ചെയ്യുന്ന ഡാറ്റ അനലൈസ് ചെയ്യുന്ന അയാളെ ആണ് നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർലി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, വലിയ എമൗണ്ട് ഡാറ്റ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നു. അതുപോലെ ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്ന ആളെയാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് പറയുന്നത്. ഡാറ്റ സയൻറ്റിസ്റ്റ് യൂഷ്വലി ദ ടേം ലീഡർ ഡ്യൂറിങ് ദി ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് പ്രൊജക്ട്. ഇപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ദി ടീം ലീഡറാണ് അല്ലേ. ടീം ലീഡർ ഡ്യൂറിങ് ദി ബിഗ് ഡാറ്റ അനാലിറ്റിക്കൽ പ്രൊജക്ട്. ബിഗ് ഡാറ്റ അനാലിറ്റിക്കലെ പ്രൊജക്റ്റിലെ ഒരു ടീം ലീഡറായാണ് നമ്മൾ ബിഗ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര സീനിയർ അല്ലെങ്കിൽ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ ആയിരിക്കും. ദി ടൈറ്റിൽ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഈസ് സംടൈംസ് ക്രിട്ടിസൈസ്ഡ് ബിക്കോസ് ഇറ്റ് ലാക്സ് സ്പെസിഫിസിറ്റി ആൻഡ് ക്ലാരിറ്റി. കറക്റ്റായിട്ട് നിർവചിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ചിലപ്പോൾ കോൺട്രഡിക്ടറീസ് വരാറുണ്ട്, ആരാണ് ശരിക്കും ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ളത്. ഹൗവർ ദി പൊസിഷൻ ഈസ് ഗെയിനിങ് ആക്സെപ്റ്റൻസ് വിത്ത് ദി ലാർജ് എൻ്റർപ്രൈസസ് that is interested in deriving the meaning of big data. Huge amount of structured, unstructured and semi-structured data that a large enterprise produce or has access to. അതായത് വലിയ എമൗണ്ട് ഡാറ്റകളെല്ലാം അത് സ്ട്രക്ചർ, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചർ ആയാലും ഇതെല്ലാം മാനേജ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ സയൻറ്റിസ്റ്റ് മസ്റ്റ് പോസസ് എ കോമ്പിനേഷൻ ഓഫ് അനലിറ്റിക്, മെഷീൻ ലേണിംഗ്, ഡാറ്റ മൈനിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസ് ആസ് വെൽ ആസ് എക്സ്പീരിയൻസ് വിത്ത് ആൽഗോരിതം ആൻഡ് കോഡിംഗ്. ഡാറ്റ സയൻറ്റിസ്റ്റിന് എന്തൊക്കെ കഴിവുണ്ടായിരിക്കണം എന്ന് പറയുന്നത്, ഹി ഷുഡ് എന്തൊക്കെ പോസസ് ചെയ്തിരിക്കണം, കോമ്പിനേഷൻ ഓഫ് അനാലിറ്റിക്സ് അറിഞ്ഞിരിക്കണം, മെഷീൻ ലേണിംഗ് അറിഞ്ഞിരിക്കണം, ഡാറ്റ മൈനിങ് അറിഞ്ഞിരിക്കണം, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കില്ല് വേണം, അതുപോലെ
വിത്ത് വെൽ എക്സ്പീരിയൻസ് വിത്ത് ആൽഗോരിതത്തിലെല്ലാം കമ്പ്യൂട്ടേഷൻ അതുപോലെ ആൽഗോരിതം വർക്കിലെല്ലാം കഴിവുണ്ടായിരിക്കണം. അതുപോലെ കോഡിംഗ് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കും ഡാറ്റാ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഡാറ്റയെ നമ്മളെല്ലാം അനലൈസ് ചെയ്യുന്നത്. ഹൗവർ ദി മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ ഡാറ്റാ സയൻറ്റിസ്റ്റ് ഷുഡ് possess is ability to translate significant data in a such way that can be easily understood by others. പക്ഷേ ഇതിന് പുറമെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു കഴിവ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി ടു ട്രാൻസ്ലേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഡാറ്റ. നമ്മുടെ അടുത്തുള്ള ഡാറ്റ, വലിയൊരു ഡാറ്റ ഉണ്ടാവില്ലേ, അത് ജനങ്ങളിലേക്ക് ഏറ്റവും നോർമൽ അതായത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഡാറ്റാ സയൻറ്റിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയൊരു കഴിവ് എന്ന് പറയുന്നത്. ആ ഒരു കഴിവിനെയാണ് ഡാറ്റാ സയൻറ്റിസ്റ്റ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അതാണ് ഡാറ്റാ സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി വാട്ട് ആർ ദി റോൾ ഓഫ് ഡാറ്റാ സയൻറ്റിസ്റ്റ് ഇൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി? ഡാറ്റാ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്തൊക്കെയാണ്? നമ്മൾ ബിഗ് ഡാറ്റ ചെയ്യുന്ന ഒരാളെയാണല്ലേ, ബിഗ് ഡാറ്റ അനലൈറ്റിക്സ് എല്ലാം ചെയ്യുന്ന ഒരാളെയാണ് ഡാറ്റാ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, എംപവറിങ് മാനേജ്മെൻറ്റ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ്. മാനേജ്മെൻറ്റിനെല്ലാം നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരാളാണ്, അയാളുടെ റോളാണ് ഡാറ്റാ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. മാനേജ്മെൻറ്റ് വളരെയധികം അഡ്വാൻറ്റേജസ് നേടുന്നുണ്ട്. ഡയറക്റ്റിംഗ് ആക്ഷൻ ബേസ്ഡ് ഓൺ ട്രെൻഡ്സ്. നമ്മുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് എന്തൊക്കെ ബിസിനസ് ആക്ഷൻ എടുക്കണം എന്നെല്ലാം സജസ്റ്റ് ചെയ്യുന്നു. ദെൻ ചലഞ്ചിങ് ദി സ്റ്റാഫ് ടു അഡാപ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ മോട്ടിവേഷൻ കൊടുക്കുന്നു അവിടുത്തെ എംപ്ലോയീസിനെല്ലാം ബെസ്റ്റ് പ്രാക്ടീസസ്, അതായത് നല്ല ഇമ്പ്രൂവ്ഡ് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജീസ് എല്ലാം ഉപയോഗിക്കുന്ന ബെസ്റ്റ് പ്രാക്ടീസസിലേക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിനെല്ലാം ചലഞ്ച് ചെയ്യുന്നു. അതുപോലെ ഐഡൻറ്റിഫൈങ് ദി ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ മാർക്കറ്റിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ബിസിനസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഡിസിഷൻ മേക്കിംഗ് വിത്ത് ക്വാണ്ടിഫയബിൾ ഡാറ്റ. നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം വെച്ചിട്ടുള്ള സയൻറ്റിഫിക് ഡാറ്റ വെച്ചിട്ടായിരിക്കും. അതാണ് ക്വാണ്ടിഫയബിൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്ന ഡാറ്റ. അതാണ് എന്തായിരിക്കും, പ്യുവറായിട്ടുള്ള കറക്റ്റ് ഡാറ്റ ആയിരിക്കും. ദെൻ ടെസ്റ്റിംഗ് ദി ഡിസിഷൻസ്. നമ്മുടെ ഡിസിഷൻസ് എല്ലാം എന്ത് ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാൻ ഉള്ളത് അയാളുടെ ഒരു റോളാണ്, ഡാറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ഒരു റോളാണ്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിഫൈനിങ് ദി ടാർഗറ്റ് ഓഡിയൻസ്. റിഫൈനിങ് ദി ആരാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഡാറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അതിനനുസരിച്ച് വേണം ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തിട്ട് കൊടുക്കാൻ. എക്സാമ്പിൾ, ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അഡൽട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ചിലപ്പോൾ ഇൻ്റലിജൻസിന് വേണ്ടാണെങ്കിൽ കുറച്ചും കൂടി വേറെ ഒരു ടെക്നിക്കൽ വേർഡ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ റിക്രൂട്ടിംഗ് ദി റൈറ്റ് ടാലൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. കറക്റ്റ് നമുക്ക് നല്ല ടാലൻറ്റുള്ള ആൾക്കാരെ മാത്രം ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള പ്രോസസ്സെല്ലാം ഉണ്ടാക്കുന്ന എല്ലാം ഡാറ്റാ സയൻറ്റിസ്റ്റുകളും അവരുടെ ഡാറ്റ എല്ലാം പരിശോധിച്ച് കറക്റ്റ് വാലിഡേറ്റ് ചെയ്യുന്ന എല്ലാം ഡാറ്റാ സയൻറ്റിസ്റ്റുകളായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഡാറ്റാ സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയാണ്. അപ്പം എന്താണ് ബിഗ് ഡാറ്റ എന്നുള്ള പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ എന്താണ്, ബിഗ് ഡാറ്റ എന്താണ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, ഡാറ്റ സയൻറ്റിസ്റ്റ് എന്താണെന്നുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി എടുക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ഇ ബിസിനസ് എന്നുള്ളൊരു ഭാഗമാണ്. അതുപോലെ ഇ കൊമേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സോഷ്യൽ സൈബർ ഇൻഫോർമാറ്റിക്സിനെ കുറിച്ചിട്ട് കുറച്ച് ക്ലാസ് എടുക്കും. നമ്മൾ ഓൾറെഡി സെമിനാറെല്ലാം അതിന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.